എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വില്വമംഗലം സ്വാമിയാരുടെ ശ്ലോകങ്ങൾ നോക്കാം. കുറേ വൃത്തത്തിലല്ലാത്ത കുറേ ശ്ലോകങ്ങൾ കഴിഞ്ഞ തവണ നോക്കി അല്ലേ. ഇന്ന് ആദ്യത്തെ ശ്ലോകം പഥ്യാവക്ത്രം എന്ന വൃത്തത്തിലാണ്. നമസ്തസ്മൈ യശോദായ ദായാദായാസ്തു തേജസേ യദ്ധിരാധാമുഖാം ഭോജം 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 യവർദ്ധത. രാധ തന്മുഖപത്മത്തിൽ നോക്കി നോക്കി വളർന്നൊരാ യശോദാസുതനാം കണ്ണാ ദിവ്യതേജോമയാ തൊഴാം. രാധാദേവിയുടെ മുഖകമലത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ആ മകരന്ദരസത്തെ ആസ്വദിക്കുന്നതുകൊണ്ട് ദിവസം തോറും പരിപോഷിക്കപ്പെടുന്ന സുഹൃതനിധിയായ യശോദയുടെ പുണ്യപരിഭാഗവും അതുപോലെ അവർണ്ണനീയനും തേജോരൂപനും ഒക്കെ എന്തെല്ലാം വിശേഷണങ്ങളാണല്ലേ. ആ പരബ്രഹ്മത്തിന് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അടുത്ത ശ്ലോകം വൃത്തത്തിലല്ല. അവതാരാസ്വന്ധ്വന്യേ സരസിജനയനസ്യ സർവതോ ഭദ്രാഃ കൃഷ്ണാദന്യഃ കോ വാ പ്രഭവതി ഗോപഗോപികാമുക്ത്यै. ഇത് ശ്രീലകൻ സാർ മാലിന്യ വൃത്തത്തിലാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. പല പല അവതാരം മന്നിലുണ്ടാമതെന്നാൽ അവകളിലകതി ഇതിലെന്തോ അക്ഷരപ്പിശകുണ്ട്. അവകളിലതിദിവ്യം കൃഷ്ണജന്മം നിനച്ചാൽ പശുവിനിടയനാരി സർവഗോപാലകർക്കും പരമഗതി കൊടുക്കും ജന്മമേതാണു വേറെ. ഭഗവാന് വേറെ ഒരുപാട് ഈ മഹാവിഷ്ണു എന്ന ഭഗവാൻ വേറെ ഒരുപാട് അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടൊന്നും ഒരു സാരമില്ല. ഞാൻ ആ അവതാരങ്ങളെ ഒന്നും അത്രയ്ക്കൊന്നും ബഹുമാനിക്കണില്ല. അതെന്താന്ന് വെച്ചാൽ പശുക്കൾ, അതുപോലെ ഗോപന്മാർ, ഗോപികമാർ ഇവർക്കൊക്കെ ഒരേ സമയം മുക്തി നൽകണ അതിന് സാമർഥ്യമുള്ള വേറെ ഏത് അവതാരം ഉള്ളത് എന്നാണ് വില്വമംഗലം ചോദിക്കുന്നത്. വേറെ ഓരോ അവതാരങ്ങളും ഓരോ അസുരന്മാരെ നശിപ്പിക്കുന്നതിന്, വധിക്കുന്നതിന്, അവർക്ക് മോക്ഷം കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് ഉണ്ടായതാണ് മറ്റുള്ള അവതാരങ്ങളെല്ലാം അല്ലേ. എത്രയോ പേർക്കാണ് ഈ ഗോപന്മാർക്കും ഗോപികമാർക്കും പശുക്കൾക്കും മാത്രമല്ല, വേറെ എത്രയോ പേർക്കാണ് ഈ കൃഷ്ണാവതാരത്തിൽ മോക്ഷം കൊടുത്തിരിക്കുന്നത് അല്ലേ. ആ പൂതന മുതൽ അങ്ങോട്ട് ആലോചിച്ച് നോക്കൂ, എത്ര പേർക്കാണ് ഭഗവാൻ ആ ഒരു അവതാരത്തിൽ മോക്ഷം കൊടുത്തിട്ടുള്ളത്. മറ്റുള്ള അവതാരങ്ങളിലൊക്കെ ഓരോ അസുരന്മാരെ നശിപ്പിക്കുന്നത്. ഇപ്പം നരസിംഹാവതാരം ഉണ്ടായത് ഹിരണ്യകശിപുവിനെ വധിക്കാനും മോക്ഷം കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അല്ലേ. അങ്ങനെ ഓരോ അവതാരങ്ങളും, ബാക്കി എല്ലാ അവതാരങ്ങളും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ശ്രീകൃഷ്ണ അവതാരം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്നാണ് വില്വമംഗലം പറയുന്നത്. അടുത്ത ശ്ലോകം ശർദുല വിക്രീഡിതം വൃത്തത്തിലാണ്. മധ്യേ ഗോകുലമണ്ഡലം പ്രതിദിശം ചാമ്ബാരവോജൃംഭിതേ പ്രാതർദോഹമഹോത്സവേ നവഘനശ്യാമം രണന്നൂപുരം ഭാലേ ബാലവിഭൂഷണം കടിരണസൽക്കിങ്കിണീമേഖലം കണ്ഠേ വ്യാഘ്രനഖം ച ശൈശവകലാകല്യാണകാൽസ്ന്യം ഭജേ. നിത്യം ദോഹനവേളയിൽ ബഹളമായി ക്ടാങ്ങൾ കരഞ്ഞിടവേ ഗോക്കൾ തന്നിടയിൽ ചിലമ്പൊലിയുടെ നൽക്കിങ്ങിണീനാദവും കസ്തൂരീതിലകാഭയും പുലിനഖം ശോഭിക്കുമാ കണ്ഠവും പൂർണ്ണം ശൈശവശോഭയും നിറവെഴും കാർവർണ്ണനെ കൈതൊഴാം. അമ്പാടിയിൽ എല്ലാവരും പശുക്കളെ വളർത്തുന്നവരാണ് അല്ലേ.
അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ സ്ഥലത്തു നിന്നിങ്ങനെ പശുക്കളെ കറന്നുകൊണ്ടിരിക്കുമ്പോൾ പശുക്കുട്ടികൾ അമ്മേ അമ്മേ എന്നുള്ള ശബ്ദം എന്ന് കരയും. അപ്പോൾ ആ പശുക്കുട്ടികൾ കരയുന്ന അമ്പേ അമ്പേ എന്ന് പറഞ്ഞ് കരയുന്ന ആ ശബ്ദം കൊണ്ട് ദിക്കെങ്ങും മുഖരിതമായിരിക്കും, മുഴങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് പറയണത്. പശുക്കളെ കറക്കുമ്പോൾ കുട്ടികളിങ്ങനെ കരയും. ആ അവസരത്തിൽ ആ പശുക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി, ഇത് കഴിഞ്ഞ തവണ പൂന്താനത്തിൻ്റെ ശ്ലോകം ചൊല്ലിയപ്പോഴും ഇങ്ങനെ ഒരു ശ്ലോകം ഉണ്ടായിരുന്നു അല്ലേ? യശോദ കണ്ണനെ പിടിക്കാൻ വേണ്ടി പശുക്കളുടെ ഇടയിൽ കൂടി ഓടി ക്ഷീണിച്ചിരിക്കും, കണ്ണൻ ഓട്ടം നിർത്തില്ല എന്ന് അല്ലേ? അതേപോലെ ഒരു ശ്ലോകമാണ് ഇത്. ആ പശുക്കളെ കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പശുക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി കാൽച്ചിലമ്പുകൾ ശബ്ദിപ്പിച്ചും കൊണ്ട് ഓടിച്ചാടി നടക്കുന്നവനും, പിന്നെ കാർമേഘവർണ്ണനും, അതുപോലെ നെറ്റിത്തടത്തിൽ കസ്തൂരിപ്പൊട്ട് തൊട്ടിട്ടുള്ളവനും, അരക്കെട്ടിൽ അരമണി കോർത്ത പൊന്നിൻ്റെ നൂല് ധരിച്ചവനും, അതുപോലെ കഴുത്തിൽ പുലിനഖം അണിഞ്ഞവനും, പിന്നെ ആ കുട്ടിക്കാലത്തിൻ്റെ ആ സുകുമാരമൂർത്തി എന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള ഈ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ഭക്തിയോടുകൂടി ഭജിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം മാലിന്യവൃത്തത്തിലാണ്. സജലജലദനീലം ദർശിതോദാരലീലം കരതലധൃതശൈലം വേണുനാദൈരസാലം വ്രജജനകലപാലം കാമിനീകേളിലോലം കലിതലളിതമാലം നൗമി ഗോപാലബാലം. കരിമുകിലൊളിവർണ്ണൻ സർവതോദാരശീലൻ കരതലമതിൽ ശൈലം പൊക്കിയോൻ വേണുലോലൻ വ്രജകുലപതിബാലൻ രാസലീലാവിലോലൻ സുലളിതവനമാലീ ഗോപനെ ഞാൻ നമിപ്പൂ. നീ ജലവും കൊണ്ടുപോകുന്ന കാർമേഘം പോലെ, അതുപോലെയുള്ള നീലവർണ്ണം ഉള്ളവനും, അതുപോലെ പല പ്രവൃത്തികൾ കൊണ്ട് സ്വന്തം ഔദാര്യശീലം പ്രകടിപ്പിച്ചവനും, അതുപോലെ വലത്ത് കൈയിൻ്റെ ചെറുവിരലിൽ ഗോവർദ്ധന പർവ്വതത്തെ ഉദ്ധരിച്ചവനും, അതുപോലെ ഓടക്കുഴൽ ഊതുന്നതിൽ രസിച്ച് ലയിച്ച് നിൽക്കുന്നവനും, ഗോപകുലത്തെ പരിപാലിക്കുന്നവനും, അതുപോലെ ഗോപയുവതികളുടെ ലീലാവിലാസങ്ങളിലൊക്കെ താല്പര്യമുള്ളവനും, ലളിതമായ തുളസീമാല ധരിച്ചവനും ഒക്കെയുള്ള ആ ഗോപാലബാലനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഒരു ശ്ലോകം കൂടി നോക്കാം. സ്മിതലളിതകപോലം സ്നിഗ്ധസംഗീതലോലം ലളിതചിഗുരജാലം ചൗര്യചാതുര്യലീലം ശതമഖരിപുകാലം ശാതകുംഭാഭചേലം കുവലയദളനീലം നൗമി ഗോപാലബാലം. ചിരിയൊടയിരുഗണ്ഡം ശുദ്ധസംഗീതലോലം തലമുടിയതിരമ്യം മോഷണത്തിൽ വിദഗ്ധം അസുരകുലവിരോധി സ്വർണവസ്ത്രാഭധാരി കുവലയ നിറമോലും ഗോപനെ ഞാൻ നമിപ്പൂ. പുഞ്ചിരിച്ചുകൊണ്ട് ലാളിത്യമുള്ള പുഞ്ചിരി കൊണ്ട് ദ്വിഗുണീഭവിച്ച ആ ലാളിത്യമുള്ള കവിൾത്തടത്തോടെയുള്ളവനും, വണ്ടിൻ്റെ നിറം വെല്ലുന്ന അതുപോലെ അത്രയും ചുരുണ്ട കറുത്ത തലമുടിയുള്ളവനും, അതുപോലെ തങ്കത്തിൻ്റെ കാന്തിയെ വെല്ലുന്ന കാന്തിയുള്ള വസ്ത്രം, അത് പീതാംബരൻ ആണല്ലോ, മനോഹരമായ വേണുനാദത്തിൽ ലയിച്ചവനും, പിന്നെ
ചോരന്മാരുടെ ചോരനാണ് അല്ലേ, കള്ളന്മാരുടെ കള്ളനാണ് എന്നാണ് പറയുക. ചൗര്യത്തിൽ ചതുരനും ദേവേന്ദ്രൻ്റെ ശത്രുക്കളായ അസുരന്മാരുടെ അന്തകനും അതുപോലെ കരിങ്കൂവളപ്പൂവിൻ്റെ ഇതള് പോലെയുള്ള നീല നിറത്തോടു കൂടിയ ദേഹത്തോടു കൂടിയവനുമായ ആ ഗോപാലബാലനെ ഞാൻ നമിക്കുന്നു. ഈ 4-5 ശ്ലോകങ്ങളുടെ എല്ലാം അവസാനം നൗമി ഗോപാലബാലം എന്നാണ് അവസാനിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം. മുരളി നിന്നതലോലം മുക്തമായൂരചൂടം ദളിതധനുജാലം ധന്യസൗജന്യലീലം പരഹിത നവഹേലം പത്മസൽമാനുകൂലം നവജലധരനീലം നൗമി ഗോപാലബാലം. മുരളിരവമുയർത്തും മുഗ്ധമാം പീലി ചാർത്തും അസുരരെ നിഹനിക്കും ഭക്തരെ ധന്യരാക്കും പരനു സുഹൃതമേകും ബ്രഹ്മദേവാത്മമിത്രം കരിമുകിലൊളിവർണ്ണൻ ഗോപനെ ഞാൻ നമിപ്പൂ. ഇത് മുമ്പേ പറഞ്ഞതുപോലെ എല്ലാ ശ്ലോകത്തിലും പറയുന്നുണ്ട് വേണുഗാനത്തിൽ മുഴുകി നിൽക്കുന്നവനും അതുപോലെ മനോഹരമായ മയിൽപ്പീലി അണിഞ്ഞവനും അസുര സമൂഹത്തിൻ്റെ എല്ലാം ആജന്മ വൈരിയും പിന്നെ ഭക്തന്മാരുടെ രക്ഷകനും ബ്രഹ്മാവിൻ്റെ പ്രിയ സുഹൃത്തും കാർമേഘവർണ്ണനും ഒക്കെയായ ആ ഗോപാലബാലനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ. ഒരു ശ്ലോകം കൂടി നോക്കാം. സരസഗുണനികായം സച്ചിദാനന്ദകായം ശമിതസകലമായം സത്യലക്ഷ്മീ സഹായം ശമദമസമുദായം ശാന്തസർവാന്തരായം സുഹൃദയജനദായം നൗമി ഗോപാലബാലം. സദ്ഗുണങ്ങളുടെ ഇരിപ്പിടം ആയവനും അതുപോലെ സച്ചിദാനന്ദ സ്വരൂപനും സംസാരക്ലേശങ്ങൾക്കെല്ലാം നശിപ്പിച്ചു തരുന്നവനും മഹാലക്ഷ്മിയുടെ പ്രേമഭാജനവും ആയ അതുപോലെ ശമതമാദികളുടെ ഗുണങ്ങളുടെ എല്ലാം നിലയനുമായവനും അതുപോലെ സർവവിഘ്ന സംഹർത്താവും സഹൃദയന്മാരായ ഭക്തന്മാരുടെ വിധേയനാണ്. ഭക്തന്മാരുടെ വിധേയനാണ്. അവരെന്തപേക്ഷിച്ചാലും ഭക്തൻ എന്തപേക്ഷിച്ചാലും കൊടുക്കുന്നവനാണ്. അങ്ങനെയൊക്കെയുള്ള ഈ ഗോപാലബാലനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.